കഥകളൊക്കെ പറഞ്ഞിട്ട് കുറെ നാളായില്ലേ. ഇന്ന് നമുക്കൊരു കഥ പറയാം. അങ്ങ് അമേരിക്കയിൽ നടന്ന ഒരു കഥ. ഇപ്പൊ സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്തതൊന്നല്ല കേട്ടോ. ഇത് ഉണ്ടായ ഒരു സംഭവമാണ്. അവിടെ ഇയാൻ എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ ഉച്ചയ്ക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ അവന് വല്ലാതെ ചുമ വരുന്നുണ്ട്. ശരീരം ആകെ ചൊറിഞ്ഞു തടിക്കുന്നു, കളറൊക്കെ മാറുന്നുണ്ട്, വല്ലാത്തൊരു അസ്വസ്ഥത. കുട്ടി പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. അവൻ അധ്യാപകരോട് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ബാഗിൽ നിന്ന് എടുത്ത് കഴിച്ചത് ആന്റിഹിസ്റ്റമിനാണ്. അവന് സിവിയർ ആയിട്ട് ഫുഡ് അലർജി ഉള്ള ഒരു കുട്ടിയാണ്. നിലക്കടലയോടാണ് അവന്റെ അലർജി. വീട്ടിലെത്തി ഒന്ന് ഓക്കെ ആയതിനു ശേഷം അവൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, എവിടെ നിന്നായിരിക്കും അതെന്റെ ശരീരത്തിൽ വന്നത്. അലർജിക് റിയാക്ഷൻ ആണെന്ന് അവനൊക്കെ മനസ്സിലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലായത്, അന്ന് ഉച്ചയ്ക്ക് അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂട്ടുകാരന്റെ വാട്ടർ ബോട്ടിലിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. അപ്പൊ ചെറിയ കുട്ടികളല്ലേ, അവരിങ്ങനെ ആ ബോട്ടിലിന്റെ അറ്റം വായിലേക്ക് വെച്ചിട്ടാണ് കുടിച്ചത്. കൂട്ടുകാരൻ നിലക്കടല കഴിച്ചതിന് ശേഷമാണ് ആ വാട്ടർ ബോട്ടിൽ അവന്റെ ചുണ്ടിൽ മുട്ടിച്ച് വെച്ച് വെള്ളം കുടിച്ചത്. അതറിയാതെയാണ് ഈ കുട്ടി അതിൽ നിന്നും വെള്ളം കുടിച്ചത്. അപ്പൊ ഒരു ചെറിയൊരു അവശിഷ്ടമാണ് അവനിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ഒന്നാലോചിച്ച് നോക്കി, നമ്മൾ ചില ഫുഡൊക്കെ, ഇപ്പം എന്നോടൊക്കെ ചില ആളുകൾ ചില ഫുഡൊക്കെ ഓഫർ ചെയ്യുമ്പോൾ ഞാൻ പറയും, അയ്യോ എനിക്ക് വേണ്ട. അപ്പൊ അവർ പറയും, ഓ ഭയങ്കര പവറാണെന്ന് പറയും. അങ്ങനെയല്ല, ഏറ്റവും ചെറിയ ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടം പോലും, നമുക്ക് സിവിയർ ആയിട്ട് ഫുഡ് അലർജി ഉള്ള ഒരു ഭക്ഷണം ആണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. നമ്മൾ പെട്ടെന്ന് അതിനൊരു പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു കഥ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമുണ്ട്. പണ്ട് കുറേ നാൾ മുമ്പ്, ഞാൻ ഇത്രയൊന്നും അലേർട്ട് അല്ലാതിരുന്ന ഒരു സമയത്ത് എനിക്കൊരാളൊരു ഫുഡ് ഓഫർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട, ഞാനിപ്പോൾ കഴിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഇത് കഴിച്ചോ, ഇനി നിനക്ക് ഇതിൽ അലർജി ഉള്ള ഒരു സാധനവും ഞങ്ങൾ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ പൊടി കുഴയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഓയിൽ കയ്യിൽ തടവിയിരുന്നു, അത് ആ പാത്രത്തിൽ അങ്ങായി പോയിട്ടുണ്ടാവും, അതല്ലാതെ ആ പൊടിയിലൊന്നും അതായിട്ടുണ്ടാവില്ല, നീ പേടിക്കണ്ട. പക്ഷെ എന്തുകൊണ്ടോ ഞാനത് റിജക്റ്റ് ചെയ്തു. അന്ന് ഞാനത് വാങ്ങി കഴിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ നിങ്ങളോട് കഥ പറയാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താ, അത് അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുകയില്ല, ഞാൻ അതിനൊരു പ്രിക്കോഷൻ എടുക്കുകയില്ല. ഇപ്പോ നമുക്കറിയാം നമ്മുടെ ബോഡി എങ്ങനെയാണ് ചില ഭക്ഷണങ്ങളോട് റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് ഫുഡ് അലർജി ഉള്ള കുട്ടികൾ, അവരുടെ പാരൻസ് ഒക്കെ എപ്പോഴും അലേർട്ടായിരിക്കുക. ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ ജീവന് പ്രശ്നത്തിലാവാൻ. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.